നമസ്കാരം. നടൻ പ്രേംകുമാറിനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങളും ഡയലോഗുകളും ഒക്കെ ഇന്നും മലയാളികൾക്ക് കാണാപാഠമാണ്. ദൂരദർശനിൽ ഒരു കാലത്ത് അവതരിപ്പിച്ച ലെംബോ എന്ന ടെലിഫിലിമിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. അതിനു മുമ്പ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഒരു സിനിമയിൽ പി കൃഷ്ണപിള്ളയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ലായിരുന്നു. പി എ ബക്കറായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു വിവാദം വീണ്ടും സജീവമാവുകയാണ്. അത് പ്രേംകുമാർ നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. അതിനുമുമ്പ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു. അന്ന് ചെയർമാനായിരുന്നത് രഞ്ജിത്താണ്. രഞ്ജിത്ത് ചില ആരോപണങ്ങളും കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചപ്പോൾ അന്ന് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിനെയാണ് സർക്കാർ ചെയർമാനായി നിയോഗിച്ചത്. അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ തൻ്റെ കർത്തവ്യം നിറവേറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാദമിയുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രേംകുമാർ ഓടി നടക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ തന്നെ വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഇവിടെ തന്നെ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം കൃത്യമായി എല്ലാ ദിവസവും അക്കാദമി ഓഫീസിൽ പോവുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം നടന്ന സന്ദർഭത്തിൽ ഈ സമരം അവസാനിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊരിക്കൽ പ്രേംകുമാർ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു. പ്രേംകുമാറിനോട് താങ്കളെ മാറ്റുകയാണെന്നുള്ള കാര്യം പോലും സർക്കാർ അറിയിച്ചില്ല. പകരം റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചതായി സർക്കാർ അറിയിപ്പ് വന്നു. പ്രേംകുമാർ പറയുന്നത് ഈ നിമിഷം വരെ തനിക്കിത് സംബന്ധിച്ച ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ്. മാത്രവുമല്ല, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹത്തെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമി അധ്യക്ഷനായ സച്ചിദാനന്ദൻ നടത്തിയ ചില പരാമർശങ്ങൾ, അതായത് മൂന്നാം പിണറായി സർക്കാരിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയപ്പോൾ അതിൻ്റെ പേരിൽ യാതൊരു തരത്തിലുള്ള നടപടി സച്ചിദാനന്ദൻ്റെ മേലെ എടുത്തിട്ടുമില്ല. ഇത് ഇരട്ട നീതിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോടും പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ വീട്ടുജോലിക്കാരെ പറഞ്ഞുകൂടിയാണെങ്കിൽ പോലും തലേദിവസം കാര്യങ്ങൾ പറയുകയും അവർക്ക് എന്തെങ്കിലും പണം കൊടുത്തു തീർക്കാനുണ്ടെങ്കിലൊക്കെ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് മാന്യമായ രീതിയിൽ പറഞ്ഞേക്കുന്നതാണ് പതിവ്. തനിക്ക് തൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകരെ കണ്ട് യാത്ര പറയാനുള്ള ഒരു അവസരം പോലും ഇവർ തന്നില്ല എന്നാണ് പ്രേംകുമാർ ഇപ്പോൾ പറയുന്നത്. ഇതെന്ത് നീതിയാണ് എന്നാണ് പ്രേംകുമാറിൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. സച്ചിദാനന്ദൻ ഒരു നീതിയും തനിക്ക് മറ്റൊരു നീതിയുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല പ്രേംകുമാർ പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ആശാസമരം ഇങ്ങനെ നീണ്ടുപോകുന്ന സർക്കാർ ദോഷം ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് പ്രേംകുമാർ സംസാരിച്ചിരുന്നത്. അതല്ല സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതേസമയം സച്ചിദാനന്ദൻ നടത്തിയ പരാമർശങ്ങൾ പ്രേംകുമാർ പറഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടി ശക്തമായ തോതിലാണ് അത് പ്രതിഫലിച്ചത് എന്നുള്ള കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയായിരിക്കും അദ്ദേഹം വീണ്ടും തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. പ്രേംകുമാർ പറയുന്നത് തനിക്ക് നേരെ നീതി നിഷേധം ഉണ്ടായി എന്നാണ്. തനിക്കില്ലാത്ത ഏതോ അത്ഭുത സിദ്ധി സച്ചിദാനന്ദൻ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേസമയം പ്രേംകുമാർ ഒരു കാര്യം പറയുന്നുണ്ട്, തന്നെയും സച്ചിദാനന്ദനും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം വളരെ മുതിർന്ന, വളരെ പ്രശസ്തനായ സാഹിത്യകാരനാണ്, വളരെ പ്രമുഖനാണ്. പക്ഷേ നിലപാടുകളുടെ കാര്യത്തിൽ താൻ നിലപാട് വ്യക്തമാക്കിയതും സച്ചിദാനന്ദൻ വ്യക്തമാക്കിയതും ഏതാണ്ട് ഒരേ സമാനമായ രീതിയിലാണ്. പക്ഷേ തന്നെ ഉടൻ തന്നെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും സച്ചിദാനന്ദൻ ഇപ്പോഴും ആ പദവിയിൽ തന്നെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു വൈരുദ്ധ്യമാണ് പ്രേംകുമാർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അടഞ്ഞ അധ്യായമെന്ന് കരുതി ഞാൻ മറക്കാൻ ശ്രമിച്ച കാര്യമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിൽ തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്തായി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. ഈ നിമിഷം വരെ ഔദ്യോഗിക ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് താൻ ഇക്കാര്യം അറിയുന്നത് എന്നാണ് പ്രേംകുമാർ പറയുന്നത്. ഇത്ര കഷ്ടമാണെന്ന് നമ്മൾ നോക്കുക. എത്രയോ യോഗ്യതയില്ലാത്തവർ സംസ്ഥാനത്തെ വിവിധ അക്കാദമികളിലെ ഭരണസമിതിയിൽ കടിച്ചു പിടിച്ച് ഇരിക്കുകയും അവർ അതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രേംകുമാറിനെ പോലെ വളരെ പ്രമുഖനായ ഒരു സിനിമാ നടൻ, മാത്രമല്ല പ്രേംകുമാറിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ഒരു ആളാണ്, അഭിനയത്തിൽ വളരെ പാരമ്പര്യമുള്ള ഒരാളാണ്, ഒരുപാട് സിനിമകളിലും TV പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുത്ത് ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളിനെയൊക്കെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ മിനിമം ഒന്ന് പറയുമെങ്കിലും ചെയ്യാമായിരുന്നു. ഇന്ന് മുതൽ നിങ്ങളെ മാറ്റുകയാണ്, ഞങ്ങൾ പുതിയതായി ഒരാളിനെ നിയോഗിക്കുകയാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെയാണ് പ്രേംകുമാറിനെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റിയത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം വളരെ സ്വാഭാവികം മാത്രമാണ്. പ്രേംകുമാർ തന്നെ പറയാറുണ്ടായിരുന്നത് താൻ ചെമ്പഴന്തി ദേശം കോളേജിൽ പഠിക്കുന്ന കാലത്ത് താൻ ഒരു KSU പ്രവർത്തകനായിരുന്നുവെന്നും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ പി കൃഷ്ണപിള്ളയായി ആ സിനിമയിൽ അഭിനയിക്കാനായി എത്തുന്ന വേളയിലാണ് പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താൻ ആകർഷനായതും അങ്ങനെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായി താൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നുമാണ് പ്രേംകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് പലർക്കും ഓർമ്മയുണ്ടാകാം, ഈ ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിക്കാനായി എത്തിയത് EMS നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. സഖാവ് കൃഷ്ണപിള്ളയുടെ വേഷത്തിൽ നിൽക്കുന്ന പ്രേംകുമാറിനെ കണ്ട്
EMS അക്കാര്യത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. പി കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് അദ്ദേഹമാണ് EMS പറഞ്ഞിരുന്നത്. പക്ഷേ ആ സിനിമ ഒരു യാഥാർത്ഥ്യമായില്ല എന്നുള്ളത് പ്രേംകുമാറിൻ്റെ സിനിമ ജീവിതത്തിൽ അല്ലെങ്കിൽ അഭിനയ ജീവിതത്തിൽ തന്നെ വലിയൊരു ദുഃഖകരമായ ഒരു ഓർമ്മയായി മാറുകയാണ്. കാരണം പി കൃഷ്ണപിള്ളയെ പോലുള്ള വലിയൊരു ഇതിഹാസ പുരുഷൻ്റെ വേഷം സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായില്ല എന്നുള്ളത് തീർച്ചയായും പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇത് മാത്രമല്ല, പിന്നീട് സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടികളിലും പ്രേംകുമാറിനെ ക്ഷണിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, തലസ്ഥാന നഗരിയിലാണെങ്കിലും മറ്റ് കേരളത്തിലെവിടെയാണെങ്കിലും സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന വലിയ ചടങ്ങുകളിലൊക്കെ തന്നെ ആ മേഖലയിൽ നേരത്തെയും പ്രവർത്തിച്ചിരുന്ന പ്രമുഖരായ മുതിർന്ന ആളുകളെയൊക്കെ തന്നെ ക്ഷണിക്കുന്ന ഒരു പതിവുമുള്ളതാണ്. അപ്പോൾ ഏതായാലും പ്രേംകുമാറിനെ ഒരു പാർട്ടി വിരുദ്ധനായി കണ്ടു എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സച്ചിദാനന്ദനോട് കാണിച്ച കരുണ പ്രേംകുമാറോട് കാണിച്ചില്ല. സച്ചിദാനന്ദൻ ഇത്തരം പ്രസ്ഥാനം നടത്തിയപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, വളരെ പ്രധാനപ്പെട്ട CPMൻ്റെ നേതാവായ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിരുന്നു. അതുപോലെ മുരുകൻ കാട്ടാക്കട കവി അദ്ദേഹം കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദ പ്രസ്ഥാനം ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പക്ഷേ പാവം പ്രേംകുമാർ അന്നൊന്ന് സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഒന്ന് പ്രതികരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഒന്ന് നടന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രേംകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.